ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തീർത്ഥാടകർ ഇന്ന് മിനയിലെ കൂടാരങ്ങളിൽ പ്രാർത്ഥനകളിൽ മുഴുകി രാപ്പാർക്കുന്നതോടെ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജിന് ഔദ്യോഗിക തുടക്കമാകും. നാളെ ഹജ്ജിന്റെ കാതലായ അറഫ സംഗമം നിർവഹിക്കാനുള്ള മാനസിക ഒരുക്കമാണ് ഇന്ന് മിനയിൽ. 5 നേരത്തെ നമസ്കാരം നിർവഹിച്ച് പ്രാർത്ഥനകളോടെ തീർത്ഥാടകർ നേരം വെളുപ്പിക്കും. ദേശ, ഭാഷ, വർണ്ണ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഒരേ മനസ്സോടെയുള്ള പ്രാർത്ഥനയായിരിക്കും. അതേസമയം 47 ഡിഗ്രി ചൂട് മുന്നിൽ കണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഭൂരിഭാഗം തീർത്ഥാടകരെയും ഇന്നലെ രാത്രി തന്നെ മിനയിലെ തമ്പുകളിൽ എത്തിച്ചു. 25 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള മിന താഴ്വാരത്തിൽ 2 ലക്ഷത്തോളം ശീതീകരിച്ച തമ്പുകളിലാണ് തീർത്ഥാടകരുടെ താമസം. നാളെ പുലർച്ചെ തന്നെ തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. GCC ഏകീകൃത ടൂറിസ്റ്റ് വിസ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകുന്നു. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ വിവരങ്ങൾ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ചേർക്കുന്നത് പൂർത്തിയാകുന്നതോടെ ഈ വർഷാവസാനം തന്നെ ഒറ്റ ടൂറിസ്റ്റ് വിസയിൽ 6 ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാം. പദ്ധതി ഇനിയും നീണ്ടുപോകില്ലെന്ന് കുവൈറ്റിൽ ചേർന്ന GCC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കി. ഷെൻഗൻ വിസ മാതൃകയിൽ ഏകീകൃത വിസ വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ രാജ്യം സന്ദർശിക്കാനും പ്രത്യേക വിസ എടുക്കുന്ന നിലവിലെ രീതി ഇതോടെ ഒഴിവാകും. ഗൾഫിലെ വിനോദസഞ്ചാര, വാണിജ്യ, വ്യാപാര, സാമ്പത്തിക മേഖലകൾക്കും പുതിയ വിസ കരുത്തു പകരും. വിവിധ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോർത്തിണക്കി പുതിയ ടൂറിസം പാക്കേജുകൾ തയ്യാറാക്കുന്ന നടപടികൾ ട്രാവൽ ടൂറിസം കമ്പനികളും ഊർജിതമാക്കി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 963 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. തടവുകാരുടെ സാമ്പത്തിക ബാധ്യതകൾ അടച്ചുവീട്ടുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അറിയിച്ചു. മോചിതരായ തടവുകാർക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സമൂഹത്തിൽ ക്ഷമയുടെയും അനുകമ്പയുടെയും മൂല്യങ്ങൾ വളർത്തിയെടുക്കാനുമുള്ള അവസരം നൽകാനുള്ള UAE പ്രസിഡന്റിന്റെ താൽപര്യത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാണ് ഈ മാനുഷിക സംരംഭം. ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ എളുപ്പമാക്കുകയും ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്ന ഒമാന്റെ പങ്കിനെ GCC മന്ത്രിതല കൗൺസിൽ പ്രശംസിച്ചു. കുവൈറ്റിൽ നടന്ന 164ാമത് സെഷനിലാണ് ഒമാന്റെ ഇടപെടലുകളെ പ്രശംസിച്ചത്. ഈ നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ പ്രകടിപ്പിക്കുകയും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിൽ സംഭാഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. ചർച്ചകൾ പ്രാദേശിക അന്തർദേശീയ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്നുവെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സെയ്ദ് അൽ ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിലെ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ ഈദ് അൽ അദ്ഹ പ്രാർത്ഥന നിർവഹിക്കുമെന്ന് റോയൽ കോഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിരവധി ഉന്നതർ, രാജകുടുംബാംഗങ്ങൾ, അൽ ബുസൈദ് കുടുംബം, മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, സുൽത്താന്റെ സായുധ സേനയുടെ കമാൻഡർമാർ, റോയൽ ഒമാൻ പോലീസ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ, അൽ ദാഖിലിയ ഗവർണറേറ്റിലെ സ്റ്റേറ്റ് കൗൺസിൽ, ഷൂറ കൗൺസിൽ അംഗങ്ങൾ, അണ്ടർ സെക്രട്ടറിമാർ, വാലികൾ, വിവിധ ഷെയ്ഖുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പൗരന്മാർ എന്നിവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും മണൽ പൊടിക്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉച്ചയ്ക്ക് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും ഉയർന്ന സെൽഷ്യസ് എത്തിയേക്കുമെന്നും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുണ്ട്. അതേസമയം വേനൽ ചൂട് കൂടുകയും പൊടിക്കാറ്റ് വീശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചത്. ഡ്രൈവിംഗിൽ മാത്രമല്ല, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും ശ്രദ്ധിക്കണം. നിസ്സാരമെന്ന് തോന്നുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും യാത്ര മുടക്കിയേക്കുമെന്ന് ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ പറയുന്നു. ദൂരക്കാഴ്ച കുറയ്ക്കുന്ന പൊടിക്കാറ്റ് പലപ്പോഴും വില്ലനാകും. പൊടിക്കാറ്റുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ വേഗതയിൽ വേണം യാത്ര ചെയ്യാൻ. മുന്നിലുള്ള വാഹനങ്ങളുമായി നിശ്ചിത അകലം സൂക്ഷിക്കണം. മറ്റ് വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിക്കണം. റോഡ് ശരിയായ രീതിയിൽ കാണാത്ത സാഹചര്യത്തിൽ യാത്ര അല്പസമയം നിർത്തിവെച്ച് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രം തുടരുക. പൊടിക്കാറ്റടക്കമുള്ള കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും സുരക്ഷാ മുന്നറിയിപ്പുകളെക്കുറിച്ചുമുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.
അവധിക്കാല യാത്രയ്ക്കൊരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാരേഖകളുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. യാത്രയ്ക്ക് മുമ്പ് രേഖകൾ പരിശോധിക്കുകയും കാലാവധി കഴിഞ്ഞവയാണെങ്കിൽ പുതുക്കുകയും വേണം. ഐഡന്റിഫിക്കേഷൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയവയുടെ കാലാവധി പരിശോധിക്കണം. ടിക്കറ്റ് ഉൾപ്പെടെ മറ്റ് രേഖകളുടെ സാധുത ഉറപ്പുവരുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം നാളെ അവധി ദിവസങ്ങൾ ആരംഭിക്കാനിരിക്കെ യാത്രക്കാരുടെ മുന്നൊരുക്കത്തിലാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും. ഈ ഘട്ടത്തിലാണ് പോലീസ് അധികൃതരുടെ സുരക്ഷാ മുന്നറിയിപ്പ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് 5 ദിവസത്തേക്ക് സെൻട്രൽ മത്സ്യ മാർക്കറ്റിന് അവധിയായിരിക്കുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലാണ് അവധി നൽകിയിരിക്കുന്നത്. ജൂൺ 10-ന് പതിവ് പോലെ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുമെന്നും കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം വ്യക്തമാക്കി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ വീട്ടിൽ വൻ തീപിടുത്തം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. തീ കത്തിപ്പടർന്നതോടെ വീടിന്റെ നിലകളിൽ നിരവധി സാധനങ്ങളാണ് കത്തിനശിച്ചത്. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം വ്യക്തമാക്കി. വടക്കൻ ബാത്തിന യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ചൂട് വർദ്ധിച്ചതോടെ നിരവധി തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ രാജ്യത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. അൽ-ഹജർ പർവ്വതനിരയിലും പരിസര പ്രദേശങ്ങളിലും നേരിയ തോതിൽ മഴ ലഭിച്ചേക്കും. മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ നേരിയ തോതിൽ താപനില താഴാനും സാധ്യതയുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിരിക്കും മഴ ലഭിക്കുന്നത്. അന്തരീക്ഷം മേഘാവൃതമാകും. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും. ഇതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. റുസ്താഖ് അടക്കമുള്ള വിലായത്തുകളിലെ പർവ്വത മേഖലകളിലാണ് മഴ ലഭിച്ചത്. ഈ പ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. എന്നാൽ രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ കനത്ത ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. ബലിപെരുന്നാൾ ആഘോഷ സമയത്ത് രാജ്യത്തുള്ളവർക്ക് മികച്ച സേവനങ്ങൾ സാധ്യമാക്കാൻ നഗരസഭകളും ജലവിഭവ മന്ത്രാലയവും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി. ഈദിലെ ഉയർന്ന ആവശ്യകത പരിഗണിച്ച് എല്ലാ വിലായത്തുകളിലും കശാപ്പ് ശാലകൾ നവീകരിച്ചിട്ടുണ്ട്. വേഗത്തിൽ മൃഗങ്ങളുടെ തൊലിയുരിക്കുന്ന ഉപകരണങ്ങളടക്കം അറവുശാലകളിൽ സജ്ജീകരിച്ചു. പുതിയതായി അറവുശാലകളും മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് കാത്തിരിപ്പ് കേന്ദ്രം അടക്കമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നിലവിലെ അറവുശാലകൾ അധികൃതർ നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമീണ ഈദ് ഹഫ്തകൾ സജീവമായി. ഇത്തരം ഇടങ്ങളിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നഗരസഭ അധികൃതരുടെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ വിലായത്തുകളിൽ നടക്കുന്ന ഗ്രാമീണ ചന്തകളിൽ തിരക്കേറുകയാണ്. എല്ലാ വർഷവും ബലിപെരുന്നാളിനോടനുബന്ധിച്ചാണ് ചന്തകൾ ഒരുക്കുന്നത്.